പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ ജൂഡിയുടെ ചെള്ളുപനി 4-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ആവശ്യ നില തന്നെയാണ്, കണ്ടറിയാം. അതിൻ്റെ വയറൊക്കെ കുറച്ച് വീർത്തിട്ടുണ്ട്, അതിൻ്റെ കിഡ്നി അതുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ കരളിലേക്കും ബാധിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതാണ് ഒരു വീർമ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കണ്ണുകളിൽ ചെറിയ മഞ്ഞ നിറം ഉണ്ടായിരുന്നു. പക്ഷേ പനി എന്ന് നോക്കിയപ്പോൾ പനി അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഞാനും അത്യാവശ്യം പഠിച്ചു കേട്ടോ. കണ്ണ് നോക്കി മഞ്ഞ നിറം പറയാനും അതുപോലെ തന്നെ അതിൻ്റെ വായയുടെ ഉള്ളിൽ കൂടെ നോക്കിയിട്ട് ആ ബ്ലഡിൻ്റെ ഇതുണ്ടല്ലോ, വായ തുറന്ന് നോക്കി അതിൻ്റെ ബ്ലഡിൻ്റെ അവസ്ഥ നമുക്കറിയാം. ആ ചെറിയിൽ പല്ലുകൾക്ക് മുകളിൽ അത് കളർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അങ്ങോട്ട് അവിടെ ഇങ്ങനെ റെഡ് കളറായിരിക്കുന്നുണ്ട്. അപ്പോൾ കളർ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ബ്ലഡ് ഒട്ടുമില്ല. ഈ പനിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അണുക്കൾ ബ്ലഡിലെ ഇതിനെ കംപ്ലീറ്റ് അങ്ങോട്ട് നശിപ്പിക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതായത് അതിൻ്റെ ആ കാല് മാത്രം അത് അനക്കില്ല, ബാക്കിയൊക്കെ ശരീരം കുറേ നേരം കിടക്കുമ്പോൾ കഴിക്കുമ്പോഴേക്കേ അങ്ങോട്ട് അനക്കാം. അതിന് നന്നായിട്ട് അറിയാം ആ കാല് അനക്കാൻ പാടില്ല എന്നുള്ളത്. അതെനിക്ക് വളരെ രസകരമായി തോന്നിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് ഇങ്ങനെ വണ്ടിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഇത് നാളെയും വേണം, മറ്റന്നാൾ എത്ര ദിവസം വേണമെന്ന് അറിയില്ല. ഇപ്പോൾ 4 ദിവസം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലത്ത് ഏകദേശം ഒരു 9 മണിക്ക് അവിടെ ചെന്നാൽ ഏകദേശം ഒരു 1 മണിയോടുകൂടിയാണ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരിക. ഏകദേശം ഒരു 5-8 ഇഞ്ചക്ഷനൊക്കെ കയ്യിലുണ്ട്. എന്നും വാങ്ങുന്നുണ്ട്, മരുന്നുകൾ ഇങ്ങനെ കയറ്റുന്നുണ്ട്. രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇന്നലെ ഡോക്ടർ എന്നോട് ചോദിച്ചു, വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരുപക്ഷെ അത് ചാവും, അല്ലെങ്കിൽ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ സഹിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ എത്ര വേണമെങ്കിൽ ആക്കാൻ തയ്യാറാണ്, അവനെ കൊല്ലണ്ട, ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ എന്നാലും എൻ്റെ വാക്കുകൊണ്ട് അത് ചാവാൻ പാടില്ലല്ലോ. അതെൻ്റെ മുഖത്തേക്ക് ഇടയ്ക്കിങ്ങനെ നോക്കണമെന്നേ ഭയങ്കര വിഷമം എനിക്ക്, ഭയങ്കര ഒരു ഫീലിംഗ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്തായാലും എന്ത് വന്നാലും ശരി അവസാനം അതിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ് വരാട്ടെ ഞങ്ങൾ.